സന്തോഷത്തോടെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ഞായറാഴ്ച വൈകിട്ട് കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മൾക്ക് തന്ന അവസരങ്ങൾക്കായി കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായി ഞാൻ ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യഹസ്കേൽ പ്രവചനം 37 അതിൻ്റെ 3 വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ആ ഭാഗം ഒന്ന് വായിച്ച് അതിനകത്ത് 1-2 ചിന്തകൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. യഹസ്കേൽ പ്രവചനം അഭിഷക്തനെ താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടു നിർത്തി. അവിടെ ഒത്തിരി അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ കൂടെ തന്നെ നടത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ വീടുകളെ നോക്കി, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ ഇതിനോട് ഈ പ്രവാചകനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. പ്രവാചകനൊന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല കർത്താവേ, നീ അറിയുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇത് ജീവിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ചിതറിയ വാഗ്ദത്തത്തെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ചിതറിയ വാഗ്ദത്തത്തെ ഒന്നാക്കാൻ കഴിയുന്ന, ചിതറിക്കിടക്കുന്ന നിയോഗങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ആ ദൈവം അതറിയുന്നു. ഹല്ലേലൂയ. ഇന്നിത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ജീവിക്കുമോ എന്ന ചോദ്യത്തിന് നടുവിൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, ചിലത് ജീവിക്കും. ആമേൻ. ഈ മെയ് മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ പരിശുദ്ധ ആത്മാവ് പ്രവചന ശബ്ദമായി കൈമാറുന്നു. ചില അസ്ഥികൾ ജീവിക്കാൻ തുടങ്ങുകയാ. ആത്മാവിൽ നിങ്ങൾ പറയണം, എൻ്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാ. എൻ്റെ തലമുറയുടെ വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാ. എൻ്റെ കുടുംബത്തിന്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാ. കർത്താവേ, നീ അറിയുന്നു. നീ അറിയുന്നു. ഇതെന്റെ ഉറപ്പാണ്. ഹല്ലേലൂയ. മറ്റൊരുറപ്പും എനിക്കില്ലെങ്കിലും എനിക്കൊരുറപ്പുണ്ട്, ഇത് ജീവിക്കുമെന്നുള്ള ഉറപ്പ്. എന്തോ പരിശുദ്ധ ആത്മാവ് ഈ മെയ് മാസത്തിൽ പ്രാരംഭ ദിവസങ്ങളിൽ പ്രവചിച്ച് കൈമാറുകയാ. ചിലത് ജീവിക്കുന്ന നിങ്ങൾ കാണാൻ തുടങ്ങുകയാ. ഇന്നലകളിൽ ചിതറിയതാ കിടക്കുന്നത്, ഇന്നലകളിൽ ശൂന്യതയാ കിടക്കുന്നത്, ഇന്നലകളിൽ താഴ്വരയ്ക്കകത്ത് അത് മുഴുവനും നിരന്ന് കിടക്കുകയാ. പക്ഷെ ഞാൻ ആത്മാവിൽ നിന്നെ നോക്കി പ്രവചിക്കുകയാണ്, ഇന്ന് ചിലത് ജീവിക്കുന്നത്, ഇന്ന് ചിലത് ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ പറയണം, ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങൾ ജീവിക്കും. ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങൾ ജീവിക്കും. ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങൾക്ക് ത്വക്ക് പിടിക്കൂ. ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങൾക്ക് മാംസം വരൂ. ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങൾക്ക് ജീവൻ വെക്കൂ. ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങൾക്ക് ആത്മാവുണ്ടാകൂ. താഴ്വരക്കകത്തു നിന്ന് ഒരു സൈന്യമായി എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. ഒറ്റ കാര്യം പ്രവാചകൻ പറയും, എനിക്കതൊന്നും അറിയത്തില്ല, പക്ഷെ നീ അറിയുന്നു എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് വാഗ്ദത്തം തന്നവൻ അറിയാമെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. എൻ്റെ മേൽ നിയോഗം തന്നവൻ അത് നിവർത്തിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അസ്ഥിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒത്തിരിയുണ്ട്, നിരന്ന് കിടക്കുകയാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, വാഗ്ദത്തം പറഞ്ഞ ദൈവം ഇത് നിവർത്തിക്കുവാൻ വിശ്വസ്തനാണെന്ന്. ഇന്ന് ചിലരുടെ വാഗ്ദത്തങ്ങൾക്ക് ജീവൻ വെക്കുന്നു, ചിലരുടെ വാഗ്ദത്തങ്ങൾക്ക് ത്വക്കുകൾ പിടിക്കുന്നു, ചിലരുടെ വാഗ്ദത്തങ്ങൾക്ക് മാംസങ്ങൾ. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. എനിക്കറിയാം, ഈ മെയ് മാസം പൂർത്തീകരിക്കുന്നതിന് മുന്നേ ചിതറിയ ചില വാഗ്ദത്തങ്ങൾ, ചിതറിയ ചില വാഗ്ദത്തങ്ങൾ, പിശാച് ചിതറിച്ച വാഗ്ദത്തങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വായ് തുറന്ന് പറ, കർത്താവേ, നീ അറിയുന്നു, നീ അറിയുന്നു, നീ അറിയുന്നു. ഹല്ലേലൂയ. Hallelujah.
ഹല്ലേലൂയ. ഒറ്റ ചോദ്യക ഇതിന്റെ താഴ്വരയുടെ നടുക്കുകൊണ്ട് നിർത്തിയിട്ട് അതിലെല്ലാം നടത്തി നോക്കിയിട്ട് ഹല്ലേലൂയ ശൂന്യതയെ കാണിച്ചിട്ട് ചോദിക്കുക, ഇത് ജീവിക്കാൻ സാധ്യതയുണ്ടോ പ്രവാചക? ഇതിനകത്ത് എന്തെങ്കിലും ഹല്ലേലൂയ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഈ വാഗ്ദത്തത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ, ഈ വാഗ്ദത്തം എന്തെങ്കിലും ഉരുവാകാൻ സാധ്യതയുണ്ടോ? ഈ വാഗ്ദത്തം എന്തെങ്കിലും ജീവിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ കേട്ട ദൈവശബ്ദം 26-ലെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഓ ഹല്ലേലൂയ. കർത്താവേ, നീ അറിയുന്നു, നീ അറിയുന്നു, നീ അറിയുന്നു. 26-ലെങ്കിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? 26-ലെങ്കിലും ഞാനത് തൊടാൻ സാധ്യതയുണ്ടോ? ഈ 26-ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ സാധ്യതയുണ്ടോ? ഇന്ന് ഞാൻ കാണുമ്പോ കൊഴിഞ്ഞ ചില സ്വപ്നങ്ങളാണോ? ഹല്ലേലൂയ. പരാജയപ്പെട്ട സ്വപ്നങ്ങളാണോ? തകർന്ന സ്വപ്നങ്ങളാണെങ്കിൽ ഇന്ന് പറ, കർത്താവേ നീ അറിയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുറച്ച് സ്വപ്നങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില ഹല്ലേലൂയ കൊഴിഞ്ഞുപോയ ചില സ്വപ്നങ്ങൾ എന്തോ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഒരു പൂവിന്റെ ഇതളുകൾ കൊഴിഞ്ഞു പോയതുപോലെ ഹല്ലേലൂയ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില സ്വപ്നങ്ങളെ ഹല്ലേലൂയ ആ ഇതളുകളെ വാരി കൈ പിടിച്ചിട്ട് കർത്താവേ ഇനി എന്താ എന്ന് ചോദിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവെന്നെ കാണിക്കുകയാ. ഒരുപിടി നഷ്ടങ്ങളെ മാത്രം കയ്യിലെടുത്ത്, ഒരുപിടി പരാജയങ്ങളെ മാത്രം കയ്യിലെടുത്ത്, ഒരുപിടി വേദനകളെ മാത്രം കയ്യിലെടുത്ത് ഇനി എന്താ എന്ന് ചോദിക്കുന്നവന് പകരം പറ, കർത്താവേ ഇത് നീ അറിയുന്നു, ഇത് നീ അറിയുന്നു, ഈ സ്വപ്നം എന്താണെന്ന് നീ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും ഹല്ലേലൂയ സ്വപ്നമുണ്ടായിരുന്നു, വാഗ്ദത്തമുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോ പൊട്ടക്കിണറ്റിൽ കിടക്കുക. സ്വപ്നമുണ്ടായിരുന്നു, ദർശനമുണ്ട്, പ്രോമിസ് ഉണ്ട്, പക്ഷെ ഞാനിപ്പോ പൊത്തിഫറിന്റെ വീടിനകത്ത് കിടക്കുക. സ്വപ്നമുണ്ട്, നിയോഗമുണ്ട്, പക്ഷെ ഞാൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞവര് പോലും മറന്നുപോയ സാഹചര്യത്തിനകത്ത് കിടക്കുകയാ. എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കൊഴിഞ്ഞ സ്വപ്നങ്ങളെ നോക്കി പറ, കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ. പരാജയപ്പെട്ട സ്വപ്നങ്ങളെ നോക്കി പറ, കർത്താവേ നീ അറിയുന്നു. തകർന്ന വാഗ്ദത്തങ്ങളെ നോക്കി പറ, കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധയാത്മാവ് ഒത്തിരി ശക്തമായി പറയുന്നു, തകർന്ന സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു. ഉടഞ്ഞ സ്വപ്നങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ചിറക് മുളയ്ക്കാൻ പോകുകയാ. അസ്ഥി താഴ്വരക്കകത്ത് ഒത്തിരി തകർന്ന ഹല്ലേലൂയ അവസ്ഥക്കകത്തോട്ട് ചെന്നിട്ട് പറയാ, ഇത് ജീവിക്കുമോ? ഇതിനെന്ത് വെച്ചാ ഇതിന് പ്രതീക്ഷിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോന്ന്, ഇതിനെ പ്രതീക്ഷിക്കാനുള്ള എന്തെങ്കിലും സാധ്യത. ഇന്നലകളിൽ നീ കേട്ട ദൈവശബ്ദങ്ങളെ, ഇന്നലകളിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ നോക്കി കർത്താവേ ഇത് എന്നെങ്കിലും ജീവിക്കാൻ സാധ്യതയുണ്ടോ? ഇത് ഈ ആണ്ടിലെങ്കിലും പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ടോ? ഈ 26-ലെങ്കിലും ഇത് നടക്കാൻ സാധ്യതയുണ്ടോ? ചോദിച്ചില്ലേ കർത്താവിനോട്? ആ ചോദ്യം ഒന്ന് മാറ്റിയിട്ട് വാഗ്ദത്തത്തെ നോക്കി പറയണം, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് അത് നിവർത്തിക്കാൻ ശക്തനാണെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവാചകൻ ചോദിച്ചു, ഹല്ലേലൂയ ജീവിക്കുമോ? കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. എനിക്കറിയത്തില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് പരന്ന് കിടക്കുകയാണ്.
ഇത് സൈന്യമാകാൻ സാധ്യതയുണ്ടോ? എനിക്കറിയത്തില്ല. കാരണം ഇത് അസ്ഥിയെല്ലാം നിരന്ന് കിടക്കുകയാ. കൈയേതാ, കാലേതാ, വാക്തത്വമേതാ, എവിടാ, എന്താ, ഒരിക്കലും ജോയിന്റ് ആകാൻ കഴിയാത്തവണ്ണ എവിടെയോ നിന്റെ ചിതറിക്കിടക്കുന്ന സ്വപ്നമില്ലേ? എവിടെയോ തകർന്നു പോയ സ്വപ്നമില്ലേ? എവിടെയോ പരാജയപ്പെട്ട സ്വപ്നമില്ലേ? ഹല്ലേലൂയ. അത് ജീവിക്കുവാൻ എന്താ ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അടുത്തത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ആമേൻ. ഈ അസ്ഥികൾ ജീവിക്കുവാൻ, നീ വാഗ്ദത്തത്തെ ജീവിക്കുവാൻ, നീ വാഗ്ദത്തത്തെ കൈവശമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലാക്കുമെന്ന് ഇന്നാരാ പരിശുദ്ധ ആത്മാവിനെ കൊതിക്കുന്നത്? ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലാക്കും. തകർന്നുപോയ സ്വപ്നങ്ങൾ, തകർന്നുപോയ വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത പദം എനിക്ക് ഭയങ്കരമായിട്ട് ഈ ദിവസങ്ങളിൽ എന്നെ ഒത്തിരി ചലിപ്പിക്കാനിടയായി. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. ഹല്ലേലൂയ. എവിടാ? തകർന്ന മണ്ണിൽ, പരാജയപ്പെട്ട മണ്ണിൽ, ഇല്ലെന്ന് പറഞ്ഞ മണ്ണിൽ, നീ അവസാനിച്ചെന്ന് പറഞ്ഞ മണ്ണിൽ, ഹല്ലേലൂയ, ചുമ്മാതങ്ങ് പാർപ്പിക്കുകയല്ല, ആത്മാവിനെ നിന്റെ അകത്താക്കിയിട്ട് ചുമ്മാതെ അങ്ങ് നിന്നെ അവിടെ പാർപ്പിക്കുകയല്ല. ആർക്കും വഹിക്കാൻ കഴിയാത്തതുപോലെ, ആർക്കും പിടിക്കാൻ കഴിയാത്തതുപോലെ നിന്നെ, എൻ്റെ ആത്മാവിനെ നിന്നിലാക്കിയിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വരണമെന്ന്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ വരണം. എന്തിനാണെന്നറിയാമോ? ഒരു സൈന്യമായി എനിക്ക് എഴുന്നേക്കുവാ, ഒരു സൈന്യമായി എനിക്ക് എഴുന്നേക്കുവാ. ഈ ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ അകത്തേക്ക് ഇന്ന് പകലൊന്ന് പകരണമെന്ന് പ്രാർത്ഥിച്ച്, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് പറയുകയാ, ഹല്ലേലൂയ, ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കുമെന്ന്. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നീ കേട്ട ദൈവ ശബ്ദം, നീ കേട്ട വാഗ്ദത്തം ദൈവം നിവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ഇന്ന് ഉറപ്പ് തരികയാ. തകർന്ന ആരോടോ, പരാജയപ്പെട്ട ആരോടോ, നിരാശയിലിരിക്കുന്ന ആരോടോ പരിശുദ്ധ ആത്മാവ് ഉറപ്പ് തരുന്നു, ദൈവം അരുളി ചെയ്തത് നിവർത്തിക്കും. നിന്നെ സ്വദേശത്ത് പാർപ്പിക്കും. ഇതൊരു ദൈവത്തിന് ഭയങ്കര പ്ലാനാ. നമ്മളൊരു ദേശത്ത് പാർക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ ഒരു ശക്തി, ആ ദേശത്ത് നിന്ന് നമ്മളെ ഇല്ലാതാക്കാൻ, ദേശത്ത് നമ്മളെ പരാജയപ്പെടുത്താൻ, ദേശത്ത് ദൈവമക്കൾ അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങളെ, അനുഗ്രഹങ്ങളെ, നന്മകളെ മുഴുവനും ചെതറിച്ച് കളയുന്ന ഒരു മേഖലയുണ്ട്. ചെതറിച്ച് കളയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളിട്ട്, രോഗങ്ങളിട്ട്, അല്ല പ്രതിസന്ധികളിട്ട് നമ്മൾ അനുഭവിക്കേണ്ട വാഗ്ദത്തങ്ങളെ മുഴുവനും ചെതറിച്ച് കളയുന്നത്. പക്ഷെ ഇന്ന് പരിശുദ്ധന്മാർ പറയുകയാ, ഞാൻ എൻ്റെ ആത്മാവിനെ, ഇതിനോട് ജയിക്കണമെങ്കിൽ എന്താ വേണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ പോരാട്ടത്തോട് ജയിക്കുവാൻ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വേണം. ആ ആത്മാവിനെ ഞാൻ നിങ്ങളിലാക്കുമെന്ന്. ഹല്ലേലൂയ. അസ്ഥികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ആക്കിയാൽ അത് സൈന്യമായി എഴുന്നേക്കൂ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാ, ചെതറിയ വാഗ്ദത്തം ജീവിക്കുവാൻ ആത്മാവിന്റെ ശക്തിയെ, ആത്മാവിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയ ഏതുണങ്ങിയ സാഹചര്യത്തിനകത്തു നിന്നും നമ്മൾ സൈന്യമായി എഴുന്നേക്കും. നമ്മൾ സൈന്യമായി എഴുന്നേക്കും. ആന്റി, പരിശുദ്ധ ആത്മാവ് എന്നോട് പ്രവചിച്ച് കൈമാറുന്നു, നീ ഒരു സൈന്യമായി എഴുന്നേക്കുവാ. പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയെ ഇന്ന് പകൽ ദൈവാത്മാവ് ഈ ശരീരത്തിനകത്ത് അസാധാരണമായ നിലയിൽ തുറക്കുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. എനിക്ക് ഉറപ്പുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ തുറക്കുന്നു. ഓരോ സമയം നിൽക്കുമ്പോൾ
കർത്താവേ, ഇന്ന് വരുന്ന ജനത്തിന് എന്തു വേണം? ഇന്ന് എന്നെ നിർത്തി എന്താ പറയേണ്ടത്? നീ എന്താ പറയാനുള്ളത്? അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ബാക്കിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞു, കുഞ്ഞെ, ഒത്തിരി തകർന്ന ഒരു പിടി സ്വപ്നം കൊണ്ട് ഇതിനകത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനതാ കണ്ട കാഴ്ച. ഒരു പൂവിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞ് താഴെ വീണതുപോലെ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ ചില സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില ആഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില ഹല്ലേലൂയ നന്മകൾ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, അതിനകത്തേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഒന്ന് അയക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഒന്ന് അയക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിന്നെ ദൈവത്തിന് ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിച്ചേ മതിയാകത്തുള്ളൂ. നിന്നെ ദൈവത്തിന് ഇത് സ്വീകരിച്ചോ? നിന്നെ ദൈവത്തിന് ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിച്ചേ മതിയാകത്തുള്ളൂ. എനിക്കറിയത്തില്ല, ഇന്ന് ശരീരത്തിനകത്തേക്ക് ഒരു വലിയ ആത്മാവിനെ ദൈവം അയക്കുന്നു. എനിക്കറിയാം, ആ ശരീരത്തിനകത്ത് വഹിക്കാൻ കഴിയാത്തൊരു ആത്മാവിന്റെ ശക്തിയോടെ ഇറങ്ങുന്നല്ലോ. ആ ചെതറിയ സ്വപ്നങ്ങൾ, ചെതറിയ സ്വപ്നങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചെതറിയ സ്വപ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ, കൊഴിഞ്ഞ സ്വപ്നങ്ങൾ, കൊഴിഞ്ഞ സ്വപ്നങ്ങളല്ല, നിന്റെ മേൽ ജീവൻ വെക്കുന്ന സ്വപ്നങ്ങളെ, പരാജയപ്പെട്ട സ്വപ്നങ്ങളല്ലെന്ന്. ഹല്ലേലൂയ. പരാജയപ്പെട്ട സ്വപ്നങ്ങളല്ല. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുമ്പോഴും സകലരും പറയും, പൊട്ടക്കിണറിനകത്ത് കിടക്കുമ്പോഴും എല്ലാരും പറയും, അയ്യോ നിന്റെ വാഗ്ദത്തം തീർന്നു. ഹല്ലേലൂയ. നിന്റെ ദർശനം തീർന്നു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ എഴുന്നേക്കാനാ? ഇവിടെ നിന്ന് എങ്ങനെ സൈന്യമാകാനാ? ഇതിനകത്തു നീ എങ്ങനെ പുറത്തു വരാനാ? ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, വാഗ്ദത്തം തരുന്നതിന് മുന്നമേ എൻ്റെ മൺകൂടാരത്തിനകത്ത്, എൻ്റെ മൺകൂടാരത്തിനകത്ത് ആത്മാവിൻ്റെ ഒരു ശക്തിയെ, ആത്മാവിൻ്റെ ഒരു ശക്തിയെ, ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? വാഗ്ദത്തം പ്രാപിക്കുന്നതിന് മുന്നേ പ്രതിസന്ധി ഉണ്ട്, കാരാഗ്രഹമുണ്ട്, പൊട്ടക്കിണറുണ്ട്, കഷ്ടതയുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് നിൽക്കുവാൻ എനിക്ക് ദൈവത്തിന്റെ ശക്തി. കരമടിച്ച് ആത്മസാന്നിധ്യത്തെ സ്വീകരിച്ചോ. എനിക്കറിയാമേ, ഹല്ലേലൂയ, ഒരു ഭയങ്കരമായ ശക്തി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വാരിക്കൂട്ടിയ സ്വപ്നങ്ങൾക്ക്, അല്ല വാരിക്കൂട്ടിയ ചിതറിയ സ്വപ്നങ്ങൾക്ക് മാംസം പിടിക്കുകയാ. എനിക്കറിയത്തില്ല, ഭയങ്കര ദൈവശക്തി നിങ്ങളുടെ വീടിനകത്തേക്ക് അല്ല ഒരു കാറ്റ് വീശുന്നത് പോലെ വീശുന്ന ഞാൻ കാണുന്നു. ഒരു കാറ്റ് വീശുന്നത് പോലെ കുക്കുവാനി പ്രാർത്ഥിച്ചോ. ആ ഒരു കാറ്റ് വീശുന്നത് പോലെ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഇന്നൊരു ഭയങ്കര ദൈവശക്തി ഇറങ്ങുകയാ. എനിക്കറിയത്തില്ല, മീറ്റിംഗിന് ഭയങ്കരമായ അസാധാരണമായ അഭിഷേകത്തിലേക്ക് ഇന്ന് സ്വർഗം റിലീസ് ചെയ്യുന്നു. ചില വാഗ്ദത്തങ്ങൾ ശക്തി പിടിക്കുന്നു, ചില വാഗ്ദത്തങ്ങൾ ഞരമ്പ് പിടിക്കുന്നു, ചില വാഗ്ദത്തങ്ങൾ ഒരു സൈന്യമാണ്. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചു ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയാം, ചില ശരീരങ്ങൾ, നിങ്ങളുടെ കാലുകളിൽ ഒരു അഭിഷേകം, നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു അഭിഷേകം, നിങ്ങളുടെ കൈകളിൽ ഒരു അഭിഷേകത്തിന്റെ ഒരാത്മാവിന്റെ ശക്തി. ഇന്നലകളിൽ താഴ്വരക്കകത്തുകൂടെയാ നീ നടന്നത്. ഇന്നലകളിൽ പരാജയത്തിനകത്തുകൂടെയാ നീ സ്റ്റെപ്പ് വെച്ചത്. ഇന്നലകളിൽ തോൽവിക്കകത്തുകൂടെയാ സ്റ്റെപ്പ് വെച്ചത്. ഇന്ന് നിന്റെ സ്ഥിതി മാറുന്നു. അഭിഷേകം കത്തുന്നല്ലോ. തീ പിടിക്കുന്ന അഭിഷേകത്തെ ഞാൻ കാണുന്നു. തീ പിടിക്കുന്ന ഹെവിയായ അഭിഷേകത്തെ ഞാൻ കാണുകയാണ്. എനിക്കറിയാം, ഈ ദൂതിനെ കൊണ്ടുപോകേണ്ടവരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ദൂതിനെ പിടിക്കേണ്ടവരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഈ ദൂതിനെ ചുമക്കേണ്ടവരെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ദൂതന്റെ അകത്തേക്ക് തന്നപ്പോ, ഈ
ഇന്നലകളിൽ പിശാച് എന്റെ കാതിൽ പറഞ്ഞു, നീ കേട്ട ദൈവശബ്ദമാ ഈ കൊഴിഞ്ഞു കിടക്കുന്നത്, നിന്റെ വാഗ്ദത്തമാ ഈ പൊഴിഞ്ഞു കിടക്കുന്ന ഓരോരോ ഇലകളോ. ഞാൻ പറഞ്ഞു, ഇല്ല ഇല്ല പിശാചേ, ഇത് സൈന്യമായി എഴുന്നേൽക്കാം. നിങ്ങളുടെ കരങ്ങളിലേക്ക് നോക്കിയിട്ട് പറ, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. വാരിക്കുട്ടിയ പരാജയങ്ങളെ മാറ്റിയിട്ട് പറ, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. ഞാൻ ഈ മെസ്സേജിന് സ്വപ്നങ്ങൾ പൂവണിയെന്ന് പേരിടുകയാ. എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ. ഇന്നലകളിൽ പിശാച് എന്നെ നോക്കി പറഞ്ഞു, ഇത് മുഴുവനും വേസ്റ്റ് ആയിരുന്നു, നീ കേട്ട ദൈവശബ്ദങ്ങൾ മുഴുവനും വേസ്റ്റ്. ഇനി എന്ത് നടക്കാനാ? താഴ്വരകൾക്കകത്തുകൂടെ ഞാൻ ചുറ്റി ചുറ്റി നടക്കുമ്പോ, ഇതിനകത്തുകൂടെ ചെതറി അസ്ഥിക്കകത്തുകൂടെ നടക്കുമ്പോ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ ഇത് സാധ്യത വെക്കാൻ, ഇത് സാധ്യതപ്പെടാൻ, ഹല്ലേലൂയ, ഉയരത്തിന്റെ ഒരു ശക്തിയെ, ഉയരത്തിന്റെ ഒരു ശക്തിയെ, ഉയരത്തിന്റെ ഒരു ശക്തിയെ എന്റെ അകത്തേക്ക്, എന്റെ അകത്തേക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ജീവൻ നീതാനേ, തുതിയും നീതാനേ. ശാമലം രഥലമ ശബ്ദരാധര ലാബ്രക ശതേയാധര. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായി ഞാനത് ലൈവായി കാണുകയാ. ഒത്തിരി തകർന്ന ചില സ്വപ്നങ്ങളെ വാരി പിടിച്ച്, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, ഇത് ഞരമ്പ് വെക്കും സിസ്റ്ററെ, ഇത് ത്വക്ക് പിടിക്കും, ഇതിനകത്ത് മാംസം വരും. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴും ഞാൻ ഈ ദൂതിനെ എനിക്ക് എടുക്കുകയാ. ഞാൻ കേട്ട ദൈവശബ്ദങ്ങൾ ഒരിക്കലും അസ്ഥിയായിട്ട് കിടക്കത്തില്ല. ഞാൻ കേട്ട ദൈവശബ്ദങ്ങൾ ഒരിക്കലും അസ്ഥിയായി തീരത്തില്ല. ഇത് എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്, ഇത് എഴുന്നേൽക്കുന്ന ഒരു ദിവസമേ. മഹത്വമേ, മരണത്തെ ജയിച്ച മഹാകരബലം. ഞാൻ കേട്ട ദൈവശബ്ദം, ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ, അതൊരു സൈന്യമായി എഴുന്നേൽക്കുന്ന. നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവേ നീ അറിയുന്നു, എനിക്കറിയത്തില്ല ഇത് സാധ്യതയുണ്ടോ, ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ വാഗ്ദത്തങ്ങൾ പൂവണിയുവാൻ സാധ്യതയുണ്ടോ, എന്റെ തലമുറയുടെ സാഹചര്യങ്ങൾ തിരിയാൻ സാധ്യതയുണ്ടോ? കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുമെന്ന് നിന്റെ തലമുറയെ നോക്കി പറയുമ്പോ അതിനെ എത്തിപ്പിടിക്കാൻ പോലും നിനക്ക് സാധ്യതയില്ലെങ്കിൽ എന്ന് പറയാൻ, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. ഞാൻ പറയുന്നല്ലോ, പരിശുദ്ധന്മാരെ നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഭൂകമ്പം നടക്കുകയാ, ഒരു കാറ്റ് വീശുകയാ. ഒരു സാധാരണ ഭൂകമ്പമല്ല, അതൊരു സാധാരണ ഭൂകമ്പമല്ല, അതൊരു സാധാരണ കാറ്റല്ല. ചലിക്കാത്തതിനെ, ജീവനില്ലാത്തതിനെ ചലിപ്പിക്കുന്ന കാറ്റ്. അതൊരു സാധാരണ ഭൂകമ്പമല്ലെന്ന്, എഴുന്നേൽക്കാത്തതിനെ എഴുന്നേൽപ്പിക്കുന്ന, കരമടിക്കാമെങ്കിൽ നമ്മെ കർത്താവേ എനിക്കൊരു കാറ്റ് വേണം, ആ കാറ്റെന്റെ വീടിനകത്തൊന്ന് അടുപ്പിക്കണേ. ആ കാറ്റെന്റെ മേലൊന്ന് വീശണമേ. എന്താണെന്നറിയാമോ? ഇതൊരു സാധാരണ സംഭവമല്ല,
അതിന്റെ പുറകിലൊരു ജീവനുണ്ടെന്ന്, അതിന്റെ പുറകില് ഒരു ശക്തിയുണ്ട്, അതിന്റെ പുറകില് ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയുണ്ട്, അതിന്റെ പുറകില് ആർക്കും കാണാൻ കഴിയാത്ത ഒരു ദൈവിക ദൂതന്റെ അകത്ത് കൂടിയപ്പോ പരിശുദ്ധ ആത്മാവൻ ഞാനിങ്ങനെ പറഞ്ഞു, കൊഴിഞ്ഞ സ്വപ്നങ്ങളെ നോക്കി, കൊഴിഞ്ഞ വാഗ്ദത്തങ്ങളെ നോക്കി, കർത്താവേ ഇതിനെ ആ കാറ്റൊന്ന് അടുപ്പിക്കുക, ഇതിലേക്ക് ആ കാറ്റൊന്ന് അടുപ്പിക്കുക. എന്തിനാന്നറിയാമോ? ഇതൊന്ന് ജീവൻ വെക്കുവാൻ, ഇതൊന്ന് സൈന്യമായി എഴുന്നേക്കുവാൻ. വായിച്ച വാക്യം പോലെ എന്നിട്ട് വേണം ദേശത്ത് ഇതൊന്ന് നിൽക്കുവാൻ. ചെതറിച്ചു കളഞ്ഞ ദേശത്ത്, ചെതറിച്ചു കളഞ്ഞ മനുഷ്യരുടെ ഇടയില് എനിക്കൊന്ന് നിൽക്കുവാൻ. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധരൂപ. പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചാണ്. ആ കാറ്റൊന്ന് വീഴ്ച, ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം വീശുന്ന ഞാൻ കാണുന്നു. എനിക്കറിയാം ഈ ആലയത്തിനകത്ത് ആ കാറ്റ് വീശുന്ന ഞാൻ കാണുന്നു. ഈ ആലയത്തിനകത്ത് ആ കാറ്റ് വീശുന്ന ഞാൻ കാണുന്നു. അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ലൈഫിനകത്ത് ശൂന്യമായി കിടന്ന ചില മേഖലകളിലേക്ക് ഒരു ഭയങ്കര ദൈവശക്തി, ഒരു ഭയങ്കര ദൈവശക്തി മഹത്വമായി 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 ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശൂന്യതയ്ക്കകത്തേക്ക് ഒരു ഭയങ്കര കാറ്റ് വീശുന്നു. ഒരു കാറ്റ് വീശു, ഒരു കാറ്റ് വീശു, ഒരു കാറ്റ് വീശു. തകർന്ന സ്വപ്നങ്ങളെ ചിറകുമുളപ്പിക്കുന്ന ഞാൻ കർത്താവിനോട്, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. ഒത്തിരി കേട്ട വാഗ്ദത്തങ്ങളുണ്ട്. ഓർമ്മ വെച്ച സമയം മുതൽ, നമുക്ക് തിരിച്ചറിയുന്ന പ്രായം മുതൽ കേട്ടതും പലതും എവിടൊക്കെയോ ചെതറിക്കിടക്കുകയല്ലേ, എവിടൊക്കെയോ ചെതറിക്കിടക്കുകയല്ലേ. തിരിച്ചറിഞ്ഞ പ്രായം മുതൽ ഒരു പ്രവാചകൻ പറഞ്ഞാൽ, ഒരു പ്രവാചകി പറഞ്ഞാൽ, അല്ല ദൈവം ഡയറക്റ്റായി ഇടപെട്ടാൽ സമയം മുതൽ എങ്ങുമെങ്ങും എത്താതെ, എങ്ങുമെങ്ങും ജോയിന്റ് ആവാതെ, എങ്ങുമെങ്ങും തൊക്ക് പിടിക്കാതെ 2026 ഈ മെയ് മാസത്തിൽ ചെതറിക്കിടക്കുകയാണെങ്കിൽ പറ, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു, നീ അറിയുന്നു കർത്താവേ. എനിക്കറിയാം ഈ സീസൺ ഒരു കാറ്റിന്റെ സീസണാ. എന്താണെന്നറിയാമോ? അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരോ, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരോ, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാറ്റിനെ എന്റെ ദൈവം അയക്കും. കരമെല്ലാം സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയാൽ 1-2 മിനിറ്റോളം വർഷിപ്പിക്കേ. എനക്കായി മരിപ്പേനേ, ഉനക്കായി വാഴ്വേനേ, എനക്കായി മരിപ്പേനേ, ഉമക്കായി വാഴ്വേനേ, പരാജയപ്പെട്ട സ്വപ്നങ്ങൾക്ക് എനിക്കറിയത്തില്ല. തകർന്ന സ്വപ്നങ്ങൾ, വാരിക്കൂട്ടിയ സ്വപ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കരത്തിലെ സ്വപ്നങ്ങൾക്കൊന്ന് ചിറക് മുഴുക്കട്ടെ.
പ്രവചിക്കുന്നു, വാഗ്ദത്തങ്ങൾ ചിതറത്തില്ല, ചിലത് ജീവിക്കൂ. ഇനിയും ഒരു സൈന്യം എഴുന്നേക്കൂ, ഇനിയും ഒരു സൈന്യം എഴുന്നേക്കൂ. നിന്റെ സ്വപ്നങ്ങൾക്കകത്തു നിന്ന് ഒരു സൈന്യം എഴുന്നേക്കൂ. മരിച്ചോനെ നിനക്കായി വാഴുന്നു ഞാൻ. ചിലത് സൈന്യമായി എഴുന്നേക്കും, ചിലത് സൈന്യമായി എഴുന്നേക്കും. ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. കേട്ടതൊന്നും ഹല്ലേലൂയ താഴ്വരയ്ക്ക കൊണ്ട് അവസാനിക്കത്തില്ലെന്ന്. കേട്ടത് താഴ്വര കൊണ്ട് അവസാനിക്കത്തില്ല. അതിനകത്തൊരു ദൈവ പ്രവൃത്തി. പരിശുദ്ധാത്മ പറയുന്നു, കേട്ടത് താഴ്വര കൊണ്ട് അവസാനിക്കാനല്ല, കേട്ടത് താഴ്വര കൊണ്ട് അവസാനിക്കാനല്ല. നിനക്ക് എഴുന്നേക്കാൻ ഒരു സമയമുണ്ട്. അതിനിടയിൽ ഒരു പക്ഷേ പൊട്ടക്കിണറി കിടക്കും. നീ പൊത്തിപ്പന്റെ ഭവനത്തിനകത്ത് പോകും, പക്ഷെ പിടിക്കപ്പെടത്തില്ലെന്ന്, പരാജയപ്പെടത്തില്ലെന്ന്. അവരെന്നാ വശീകരണം കാണിച്ചാലും നീ അതിനകത്ത് വീഴത്തില്ലെന്ന്. കാരണം എന്താണെന്നറിയാമോ? സൈന്യമാകാനുള്ള നിന്നെ ഒരു പൊത്തിപ്പന്റെ വീടിനകത്തു സൈന്യമാകാനുള്ള നിന്നെ ഒരു സാധ്യതയ്ക്കും പിടിക്കാൻ പറ്റത്തില്ലെന്ന്, ഒരു പ്രശ്നത്തിനും കൊടുക്കാൻ കഴിയത്തില്ലെന്ന്, ഒരു പൊട്ടക്കിണറും അവസാനിപ്പിക്കാൻ കഴിയത്തില്ലെന്ന്. അതിനകത്തു എന്റെ ഭാഷയിൽ പറഞ്ഞ എനിക്ക് വേണ്ടി ബെഡ്വിരിച്ചിടാൻ ദൈവത്തിന്റെ കാര്യം. രാത്രി വചനം എൻ്റെ അകത്ത് ഭയങ്കരമായ ചലനമുണ്ടാക്കി. ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ കഴിഞ്ഞ രാത്രി കിടന്ന്. ഞാൻ കർത്താവിനോട്, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു, എനിക്കറിയത്തില്ല, നീ അറിയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതെന്നോട് പറഞ്ഞത് ദൈവമാ. ഹല്ലേലൂയ. ആ ദൈവം നിവർത്തിക്കാൻ ശക്തനാണെന്നുള്ള ഉറപ്പ് എൻ്റെ അകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ധൈര്യം എൻ്റെ അകത്തുണ്ടെന്ന്. ഹല്ലേലൂയ. ഏതു വലിയ താഴ്വരയ്ക്കകത്തു നിന്നു സമയമാകുമ്പോ സൈന്യം എഴുന്നേക്കുമെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ഭാഗമൊന്ന് ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റുമോ നിങ്ങൾ പറയണം. ഹല്ലേലൂയ. സ്റ്റാറ്റസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാനോ അല്ലെങ്കിൽ ബൈബിളിൽ കുറിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കാനോ എങ്ങനെ വേണമെങ്കിലും. ഹല്ലേലൂയ. കാരണം കർത്താവേ നീ അറിയുന്നു. വാഗ്ദത്തങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് പറയണം, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. ഇത് ജീവിക്കുമോ? സാഹചര്യം പറഞ്ഞില്ലെന്നാ. ഒരു വീട് നിനക്കില്ലെങ്കിൽ, ഹല്ലേലൂയ, സാഹചര്യം പറയും ഇത്ര ഒരു വീട് വെക്കാനുള്ള സാധ്യതകളൊന്നും എനിക്കില്ല, നിന്റെ അവസ്ഥ അത് പറയും. പക്ഷെ നിങ്ങൾ പറയണ, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു നിന്റെ തലമുറയുടെ ഭാവിയുടെ കാര്യം. എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, എനിക്ക് പരിമിതിയുണ്ട്. പക്ഷെ നീ അറിയുന്നു, നീ അറിയുന്നു. എനിക്കറിയത്തില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില തലമുറകളുടെ മേൽ ഭയങ്കര ചലനങ്ങൾ ദൈവം ചെയ്യിപ്പിക്കുകയാ.
മോളെ നീ പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ച് കൈമാറുന്നു. ഈ മിനിറ്റ് നീ പറഞ്ഞ വാഗ്ദത്തങ്ങളെ നോക്കി കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, അടുത്ത 60 ദിവസത്തിനകത്ത് ഈ വചനത്തിന്റെ നിവർത്തി നിന്റെ ലൈഫിനകത്ത് ദൈവം തുറക്കുമെന്ന്. ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചെടുത്ത്, ഇതെങ്ങനെ ആയിത്തീരുമെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് നിർത്തിയിട്ടല്ല ഇങ്ങോട്ട് വന്നേ. അവിടെ ഇന്ന് എന്നിട്ട് പൂരിപ്പിക്കണം. കർത്താവേ നീ അറിയുന്നു. നിനക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, ഫുൾ സ്റ്റോപ്പ് മതി. ഹല്ലേലൂയ. ക്വസ്റ്റ്യൻ മാർക്കിന് ബൈ പറ. ഹല്ലേലൂയ. ചിലത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറ, കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉറപ്പാത്, എൻ്റെ ഉറപ്പാത്. താഴ്വരയാണെങ്കിലോ, പ്രശ്നമാണെങ്കിലോ, പ്രതിസന്ധിയാണെങ്കിലോ, എന്താണെങ്കിലോ എനിക്ക് ഉറപ്പാ ഇതിനകത്ത് എന്തോ ഒരു ദൈവം പ്രവൃത്തി ഉണ്ടെന്ന്. ചില ക്വസ്റ്റ്യൻ മാർക്കുകളെ ക്യാൻസൽ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്നും ചോദ്യമാ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ചോദിക്കുക കർത്താവിനോട്, ഹല്ലേലൂയ, എന്ന് നടക്കാനാ, ഇതൊക്കെ എന്ന് കാണാനാ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ഈ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്നോട് കൂടെ ചേർന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് വേണ്ടി കൂടെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാനും പലപ്പോഴും ചോദിച്ചു, ഇതൊക്കെ എന്ന് നടക്കും? കേട്ടതൊക്കെ ഒത്തിരി ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്നലെ രാത്രി ഈ വചനം എന്നെ ഭയങ്കരമായി ചലിപ്പിച്ചു. എനിക്ക് കിടന്നിടത്ത് കിടക്കാൻ കഴിയാത്തതുപോലെ എഴുന്നേറ്റ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ ഈ മെസ്സേജ് ഭയങ്കര ശക്തമാണെന്ന്. ഇതുവരെ ഈ വേദിയിൽ ഞാൻ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഞാൻ കർത്താവേ നീ അറിയുന്നു. അപ്പൊ അകത്തുണ്ടായ ഒരു ധൈര്യമുണ്ടല്ലോ, അകത്തുണ്ടായ ഒരു ധൈര്യമുണ്ടല്ലോ. താഴ്വരയാണെങ്കിലും സാധ്യതയുടെ ഒരു ധൈര്യം, പ്രതീക്ഷിക്കാൻ ഒരു കുഞ്ഞു സ്വപ്നം. ഹല്ലേലൂയ. ഒരു ചെറിയ തിരി, ഹല്ലേലൂയ, ഒരു ചെറിയ തിരിയില്ലേ, ഈ തിരി ആളിക്കത്താൻ. ഹൃദയത്തിനകത്ത് ഇപ്പൊ വീണ ചെറിയ തിരിയില്ലേ, അതിനെ പരിശുദ്ധാത്മാവ് ആളി കത്തിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ വീണ ചെറിയ ധൈര്യമില്ലേ, അതിനെ പരിശുദ്ധാത്മാവ് ആളി കത്തിക്കാൻ തുടങ്ങുകയാ. ഇവിടെ ഇരിക്കുന്ന അങ്കിൾമാരോട് ഞാൻ ആത്മാവിൽ പറയുകയാ, അകത്ത് വീണ ആ ചെറിയ തിരിയില്ലേ, ഒരു ചെറിയ ധൈര്യമില്ലേ, അതിനെ ദൈവം ഇന്ന് ആളി കത്തിക്കാം. പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ, ഹല്ലേലൂയ, ഞാൻ മാറ്റിവെച്ച ചില വിഷയങ്ങളുടെ മേൽ ഇതെനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു. ഇന്ന് കാറിൽ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ ഞാൻ ഇത്ര തവണ പറഞ്ഞത് എനിക്ക് തന്നെ അറിയത്തില്ല, എനിക്ക് തന്നെ അറിയത്തില്ല. കർത്താവേ നീ അറിയുന്നു, കർത്താവേ നീ അറിയുന്നു. എൻ്റെ ബൈബിളിന്റെ ബാക്ക് സൈഡിൽ ഞാൻ അങ്ങനെ എഴുതി വെച്ച്, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. കാരണം ഹല്ലേലൂയ, പൊട്ടക്കിണറിൽ കിടക്കുമ്പോ എങ്ങോ കണ്ട സ്വപ്നം. ഹല്ലേലൂയ. എല്ലാവരും വന്ന് തലകുനിച്ചു നിൽക്കുന്നു, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ പൊട്ടക്കിണറിനകത്തോ മിസ്രയീം കച്ചവടക്കാരുടെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പിടി തകർന്ന സ്വപ്നമാ. അടുത്ത മൊമെന്റിൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല, അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുക, എൻ്റെ സഹോദരന്മാർ, എൻ്റെ അച്ചാച്ചന്മാര് വന്ന് തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി ആയിരിക്കും പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നോക്കിയായിരിക്കും പോകുന്നത്. ആരെങ്കിലും ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് ഓടി വന്നായിരുന്നെങ്കിൽ. പക്ഷെ
പക്ഷെ അവര് പറഞ്ഞ ഭാഗം എന്തായിരുന്നറിയോ? ദാ സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്ന് ഈ കുഴി നമുക്കിടാം. ഹല്ലേലൂയ. നിന്റെ സ്വപ്നത്തെ തകർക്കാൻ, നീ കേട്ട വാഗ്ദത്തത്തെ തകർക്കാൻ സകലരും പദ്ധതി ഇടുമ്പോ നീ പറയണ, കർത്താവേ ഇത് കാണിച്ചത് നീയാ, കർത്താവേ ഇത് കേൾപ്പിച്ചത് നീയാ, കർത്താവേ ഇതെന്നെ കാണിച്ചത് നീയാ. നിന്റെ തലമുറയെ പറ്റി നീ കേട്ട ശബ്ദങ്ങൾ, നീ കേട്ട ദൈവ ശബ്ദങ്ങൾ, നിന്റെ കുഞ്ഞുദരത്തിൽ കിടന്നപ്പോൾ നീ കണ്ട ദൈവ ശബ്ദങ്ങൾ, അത് സൈന്യമായി നിൽക്കുന്ന വെറുതെയായി പോകത്തില്ല, വെറുതെയായി പോകത്തില്ല. ഒട്ടും ഇല്ലാതെ അവര് വിറ്റ് കളഞ്ഞിട്ട് അവരൊന്നും നോക്കാതെ പോകുമ്പോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി, ഒരു പക്ഷെ ദൂരെ അവരുടെ കൂടെ പോയി കണ്ണു മറയുന്നത് വരെ തിരിഞ്ഞു നോക്കി കാണും. ഹല്ലേലൂയ. അന്നേരം ഒരു പക്ഷെ അകത്ത് ഹല്ലേലൂയ എന്തായിരുന്നു ആ സ്വപ്നത്തിന്റെ നിവർത്തീകരണം? അത് നടക്കുവോ യേശുപ്പച്ച? ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിച്ചു കാണുമല്ലേ? ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീടിനകത്ത് ആ സാധ്യതയ്ക്കകത്ത് കുരുങ്ങുമ്പോഴും, കാരാഗ്രഹത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴും, ഹല്ലേലൂയ, ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നെന്ന് 100 വട്ടം ചോദിച്ചു. ഒരു പക്ഷേ തകർന്നെന്ന് പറഞ്ഞ്, ഇനി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഇനി ഇതിന് പ്രതീക്ഷയില്ലെന്ന് പോലും പറഞ്ഞു കാണും. പക്ഷേ ഹല്ലേലൂയ, അവിടെ ഒരു ഭാഗം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഉടനെ ഫറവോൻ ഹല്ലേലൂയ ആളെ വരുത്തി. ഓ ഉടനെ ഉടനെ ഹല്ലേലൂയ പ്രവാചകനോട് പറയുക, പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോ ഉടനെ ഉടനെ ഒരു കാറ്റ്. ആ പദം വെറുതെ അല്ല പരിശുദ്ധാത്മാവിന്റെ ഇതിനകത്തിടുന്നത്. നിന്റെ കൊഴിഞ്ഞ സ്വപ്നങ്ങൾക്കകത്ത് ഉടനെ ചില സംഭവങ്ങൾ, നിന്റെ കൊഴിഞ്ഞു പോയ സ്വപ്നങ്ങൾക്കകത്ത് ഉടനെ ഒരു ദൈവ പ്രവൃത്തി, നിന്റെ തകർന്ന സ്വപ്നങ്ങൾക്കകത്ത് ഉടനെ ഒരു ദൈവിക സ്വസ്ഥത. ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ. പ്രാർത്ഥിച്ചേ, ഉമ്മനെ ഉടനെ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ ഉമ്മനെ സിക്കിരേ. ഒത്തിരി ക്ഷീണത്തോടെ ഞാൻ ഈ പുൽപ്പറ്റി കയറി നിന്നത്, ഒത്തിരി ക്ഷീണത്തോടെ, ഭയങ്കര എനിക്ക് നിൽക്കാൻ കഴിയാത്തൊരു പ്രയാസത്തോടെ ഇതിനകത്ത് കയറുന്നത്. പക്ഷെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഭയങ്കര ദൈവശക്തിയുണ്ടല്ലോ, ഞാൻ അനുഭവിക്കുന്ന ഭയങ്കര ദൈവ സാന്നിധ്യം. കാറ്റു വീശും, സൈന്യമായി എഴുന്നേക്കും. ഈ മാവേലിക്കര പട്ടണത്തിനകത്ത് ഒരു കാറ്റ് വീശും, ഒരു സൈന്യം എഴുന്നേക്കും. പിശാചിന് വഹിക്കാൻ കഴിയാത്ത, പിശാചിന് ഒതുക്കാൻ കഴിയാത്ത ഒരു സൈന്യം അടുത്തൊരു ഉണർവിന് വേണ്ടി, അടുത്തൊരു ഉണർവിന് വേണ്ടി എഴുന്നേക്കും. കണ്ണിക്കകത്ത് ഞാനും എന്റെ തലമുറയും വേണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ, അതിനകത്ത് ഞാനും എന്റെ തലമുറയും വേണമെന്ന് കൊതിക്കുന്നെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക്, നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക്. എനിക്കായി മരിച്ചോനെ ഇത് നിങ്ങൾ പറയണ, കർത്താവേ നീ അറിയുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ, കുടുംബമായിട്ട് നിങ്ങൾ ഒരുമിച്ച്
ഒരുമിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാരം കോർത്ത് പറയണം, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മേൽ നീ അറിയുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചായിരിക്കുന്നെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ നീ അറിയുന്നു. എനിക്കറിയാം നിങ്ങളത് പറയുമ്പോ ചില താഴ്വരകൾ പരാജയപ്പെടും, ചില താഴ്വരകൾ പരാജയപ്പെടും, ചില താഴ്വരകൾ പരാജയപ്പെടും. വീടിന്റെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം, കർത്താവേ നീ അറിയുന്നു. ഒരു നിമിഷം ശാന്തമായി എഴുന്നേറ്റ് നിന്നാട്ട് ഒരു ആത്മാവിന്റെ സാന്നിധ്യത്തെ പരിശുദ്ധ ആത്മാവ് ശക്തമായി നമ്മൾക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ണുകളെ തുറന്ന് നോക്കരുത്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എനിക്ക് ഉറപ്പുണ്ട് ഒരു വലിയ ദൈവ സാന്നിധ്യം ചെതറിയ കൊഴിഞ്ഞുപോയ സ്വപ്നങ്ങൾ. എനിക്കറിയത്തില്ല, ഞാനിത് ആ പദം പറയുമ്പോൾ ഭയങ്കരമായി